ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട ശിവദാസൻ MP, അതുപോലെ ഭാസ്കര മാഷാണ് പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നത്. അധ്യക്ഷത വഹിക്കുന്ന ഏറ്റവും ആദരണീയനായ AK നമ്പ്യാർ, എല്ലാവരും, ശാന്ത ടീച്ചർ, ഏറ്റവും പ്രിയപ്പെട്ട ശാന്ത ടീച്ചർ, വേദിയിലും സദസ്സിലുമുള്ള മിക്കവാറും ആളുകളെ നേരിട്ട് അറിയുന്ന ഒട്ടേറെ ആളുകൾ ഈ സദസ്സിലുണ്ട്. ഇവിടെ പുസ്തകം ഏറ്റുവാങ്ങിക്കൊണ്ട് അധികം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം പുസ്തകം പരിചയപ്പെടുത്തിക്കൊണ്ട് ഭാസ്കര മാഷും തുടർന്ന് പ്രിയപ്പെട്ട ശിവദാസൻ ഉൾപ്പെടെയുള്ളവരോടെ സംസാരിക്കുന്നുണ്ട്. ഞാൻ യഥാർത്ഥത്തിൽ ഇത് പുസ്തക രൂപത്തിൽ വരുന്നതിന് മുമ്പേ വായിച്ച ഒരാളാണ്. ഫേസ്ബുക്കിൽ ടീച്ചർ ഇത് കുറിച്ച ഘട്ടത്തിൽ തന്നെ വളരെ ആകാംക്ഷയോടെ ഓരോ ദിവസവും വരുന്ന കുറിപ്പുകൾ വായിക്കാനും അതിനെ കൃത്യമായി ഫോളോ ചെയ്യാനും അന്ന് തന്നെ ശ്രമിച്ചിരുന്നു. പുസ്തകം ആ രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ, കഴിഞ്ഞ ആഴ്ച ഈ പുസ്തകം കൊണ്ട് തന്നു കഴിഞ്ഞപ്പോൾ, അതാണ് എനിക്കിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. എനിക്ക് അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം എൻ്റെ വീട്ടിലുണ്ടായത്. എൻ്റെ ഭർത്താവ് ജെയിംസിൻ്റെ അച്ഛൻ മരണപ്പെട്ടിട്ട് ഇപ്പോൾ ഒരു 2 മാസമേ ആയിട്ടുള്ളൂ. അമ്മ അങ്ങനെ ഒരു വലിയ വായനക്കാരിയൊന്നുമല്ല. അത്യാവശ്യം വനിതയോ ഗൃഹലക്ഷ്മിയോ നമ്മുടെ സ്ത്രീ ശബ്ദമൊക്കെ നോക്കും, പത്രം വായിക്കും, അത്രയൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഈ പുസ്തകം വീട്ടില് മധു ആണെന്ന് കൊണ്ട് കൊടുത്തത്, അമ്മയുടെ കയ്യിലാണ് കൊടുത്തത്. പുസ്തകം കിട്ടിയപ്പോൾ മുതൽ അമ്മ സ്ലോ റീഡറാണ്, മുഴുവൻ വായിച്ചു തീർന്നിട്ടൊന്നുമില്ല. പക്ഷെ അന്ന് മുതൽ അമ്മ ഞാൻ കാണുന്ന ഒഴിവ് സമയത്തെല്ലാം അമ്മ ഈ പുസ്തകം വായിക്കുകയാണ്. വായിച്ചു എന്ന് മാത്രമല്ല, പണ്ട് നമ്മളെല്ലാം ഇതിനിങ്ങനെ പൊതിയിടാറില്ലേ, ഇപ്പൊ ആരും അത് ചെയ്യാറില്ല. അമ്മ വളരെ കാര്യം, ഞാനൊരു ദിവസം വന്നപ്പോൾ പറഞ്ഞു, ഇത് മോശമാവരുതല്ലോ, അതുകൊണ്ട് ഞാനിത് പൊതിയെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ കുടിയേറ്റായിട്ട് വന്ന ഒരാളാണല്ലോ, അമ്മയുടെ പ്രദേശത്തെല്ലാം സംസാരിക്കുന്ന ഭാഷ പൊതുവിൽ കുടിയേറ്റ മേഖലയിലെ ഭാഷയാണ്. അമ്മയ്ക്കിത് മനസ്സിലാവുന്നുണ്ടോ? അമ്മ പറഞ്ഞു, എനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്. ഞാൻ എൻ്റെ വിവാഹം കഴിഞ്ഞ ആദ്യകാലത്ത് കൂത്തുപറമ്പ് ചെറുവാഞ്ചേരി എസ്റ്റേറ്റില് അവിടെയായിരുന്നു അന്ന് അമ്മയുടെ എൻ്റെ ജെയിംസിന്റെ അച്ഛൻ ജോലി ചെയ്തിരുന്നത്. അതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്ന് മാത്രമല്ല, ആവേശത്തോടെയാണ് ഇതിനകത്തുള്ള ഓരോ കാര്യത്തെയും കുറിച്ച് അമ്മ സംസാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ടീച്ചറുടെ പുസ്തകം സാർത്ഥകമായി. കാരണം എല്ലാ തരത്തിലുള്ള അവിവാഹിതകരിലേക്കും അത് എത്തിച്ചേരുന്നു എന്നുള്ളതിന്റെ സാംസ്കാരിക പരിസരം വളരെ വ്യത്യസ്തമായ ഒരാളുടെ മനസ്സിലേക്കും ആ പുസ്തകത്തിന് കടന്നു ചെല്ലാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. മറ്റൊന്ന്, ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ, നേരത്തെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ, സേലം ജയിലിൽ രക്തസാക്ഷിയായ തളിയൻ രാമൻ നമ്പ്യാരുടെ ചെറുമകൾ സ്വാഭാവികമായും ആ ഒരു പോരാളി തന്നെയാണ്. ആ പോരാട്ട വീര്യം ജീവിതത്തിലുടനീളം, ശാന്ത എന്ന് പേരിടുമ്പോ വിചാരിച്ച പോലെ അത്ര ശാന്ത സ്വഭാവിയൊന്നും ആയിരുന്നില്ല എന്ന് പുസ്തകത്തിനകത്ത് ശാന്ത ടീച്ചർ തന്നെ പിന്നീട് പറയുന്നുണ്ട്. കാരണം പലതും പൊരുതി നേടേണ്ടത് തന്നെയാണ്. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ശാന്തമായി ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് തിരിച്ചറിയുക മാത്രമല്ല, പൊരുതി നേടിയിട്ടുള്ള ഒരാളാണ് തീർച്ചയായിട്ടും ശാന്ത ടീച്ചർ. ഇത് ഒരു നോവൽ വായിക്കുന്നത് പോലെ നമുക്ക് വായിച്ചു പോകാവുന്ന അത്രയേറെ മനോഹരമായിട്ടുള്ള ഭാഷയാണ്. ഇതില് എന്നെ ഏറ്റവും ആകർഷിച്ചത് ഇതിലെ ഏറ്റവും മെഴിവുറ്റ സ്ത്രീ കഥാപാത്രങ്ങളാണ്. അതിലൊരു കഥാപാത്രം ഇവിടെ നമ്മുടെ മുമ്പിലുണ്ട്. അതിശക്തയായ കഥാപാത്രമാണ് അമ്മ TV ലക്ഷ്മി. കഥാപാത്രം ഞാൻ പറഞ്ഞത് ഞാനൊരു നോവൽ പോലെ ഇതിനെ കാണുന്നത് കൊണ്ടാണ്. ജീവിതമാണിതെങ്കിലും അമ്മ ശാസിക്കുന്നത്. കാരണം ഭിന്നശേഷിക്കാരിയായ ഒരു കുഞ്ഞുള്ള അമ്മയുടെ ജീവിതം എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ആ അമ്മയുടെ ആ നൊമ്പരത്ത് നിന്ന് ചിലപ്പോഴൊക്കെ ശാസിക്കുന്നുണ്ട്. പക്ഷെ എത്രമാത്രം അമ്മ കരുത്തായി കൂടെ നിന്നു എന്നുള്ളത് ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അതിനേക്കാളും അതിശക്തയായ കഥാപാത്രം അങ്ങയമ്മയാണ്. അങ്ങയമ്മയെ കുറിച്ച് നേരത്തെ ശാന്ത ടീച്ചർ എഴുതിയിട്ടുണ്ട്. അങ്ങയമ്മ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു മഹാ സംഭവം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അത്രമാത്രം ശാന്ത കൗമ്പായി എന്ന ശാന്ത ടീച്ചറെ ജനനം മുതൽ ചേർത്ത് പിടിച്ച, എല്ലായ്പ്പോഴും കൂടെ നിന്ന ഊർജമായി മാറിയ, പിന്നെ ഇവരൊക്കെ തന്നെ ഈ സ്ത്രീ കഥാപാത്രങ്ങൾ എന്ന് വീണ്ടും പറയുകയാണ്. ഇവരൊക്കെ തന്നെ ഞാൻ കണ്ടൊരു സവിശേഷത, വളരെ നിർണായക ഘട്ടങ്ങളിൽ ഭയരഹിതമായി തീരുമാനമെടുത്തവരാണ്. എല്ലാവരും ജീവിക്കുന്നത് ഒരു അനധികാര വ്യവസ്ഥയ്ക്ക് അകത്ത് തന്നെയാണ്. ഇപ്പോഴും നേരത്തെ ശൈല ടീച്ചർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഫ്യൂഡൽ സമൂഹത്തിന്റെ സാമൂഹ്യ ബന്ധങ്ങൾ നമ്മുടെ കുടുംബത്തിനകത്ത് നിന്ന് ഇറങ്ങിപ്പോയിട്ടൊന്നുമില്ല. പക്ഷെ ആ അനധികാര വ്യവസ്ഥയ്ക്ക് അകത്ത് നിൽക്കുമ്പോഴും അതിനോട് കലഹിക്കുന്നവരാണ്, അതിനോട്
പൂർണ്ണമായി സമരസപ്പെട്ടു പോകുന്നവരല്ല. അപ്പോൾ അത് ഈ പുസ്തകത്തിലുടനീളം നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. മറ്റൊന്ന്, വളരെ സത്യസന്ധത നിറഞ്ഞ ഒരു ആവിഷ്കരണ രീതി. നമ്മൾ ആത്മകഥയിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. ശാന്ത ടീച്ചർ ഇതിനകത്ത് പറയുന്നുണ്ട് അസൂയ തോന്നിയതിനെ കുറിച്ച്. അച്ഛന്റെ സ്നേഹവാത്സല്യം കിട്ടാൻ കൊതിക്കുന്ന ഒരു കുട്ടി, അച്ഛൻ അങ്ങനെ പെരുമാറാൻ കഴിയില്ല. അത് ശാന്ത ടീച്ചർ വളരെ സൈക്കോളജിക്കലായിട്ട് തന്നെ അനലൈസ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് അച്ഛൻ അങ്ങനെയായി, അച്ഛന്റെ കുട്ടിക്കാലത്ത് അച്ഛനും കുടുംബം അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് തരത്തിലുള്ള പീഡകൾ, അതിൽ നിന്നായിരിക്കാം അച്ഛൻ കർക്കശക്കാരന്, സ്നേഹമില്ലാഞ്ഞിട്ടല്ല, സ്നേഹം പ്രകടിപ്പിക്കാൻ അങ്ങനെ അറിയാത്ത ഒരാള്. പക്ഷെ ആ അച്ഛൻ തന്റെ അനുജത്തെ സ്നേഹിക്കുന്ന കാണുമ്പോൾ തോന്നുന്ന അസൂയ, അതുപോലെയുള്ള വാശി, ചില ഘട്ടങ്ങളിൽ തോന്നുന്ന നിസ്സഹായം, അങ്ങനെ വളരെ ഒരു തുറന്നു പറച്ചിൽ ഈ പുസ്തകത്തിനകത്തുണ്ട്. ഇതൊക്കെയാണ് ഈ പുസ്തകത്തെ മനസ്സോട് ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന. അതുപോലെ എനിക്ക് ഒരു പാഠപുസ്തകം കൂടിയായിട്ട് തോന്നുന്നതാണ്. കാരണം ഈ കണ്ണൂരിൽ വന്ന് കഴിഞ്ഞ 10-30 വർഷം ഇവിടെ ജീവിക്കുമ്പോഴും ഇവിടുത്തെ നാട്ടാചാരങ്ങളും നാട്ടുരീതിയൊന്നും എനിക്ക് ഒട്ടും പരിചിതമല്ല. അതൊക്കെ പലതും ഞാൻ മനസ്സിലാക്കിയത് യഥാർത്ഥത്തിൽ ഈ ഗ്രാമീണ ജീവിതത്തിന്റെ എല്ലാ ഭംഗിയും അതിന്റെ എല്ലാ വശങ്ങളും അതിമനോഹരമായിട്ട് ഈ പുസ്തകത്തിനകത്ത് ഉൾച്ചേർത്തിട്ടുണ്ട്. തീർച്ചയായും ധാരാളം ഈ പുസ്തകം വായിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ പാഠപുസ്തക രൂപത്തിലേക്ക് വരെ ഇതിന്റെ ഭാഗങ്ങൾ ചേർത്തുകൊണ്ട് കുട്ടികളെ വായിക്കാൻ ഇത് പ്രേരിപ്പിക്കേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളിപ്പോ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. അപ്പോ സംസാരിക്കാൻ മാത്രമല്ല, എല്ലാ ഇടപെടലുകൾ വിദ്യാഭ്യാസ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. തീർച്ചയായും അതിൽ ഏറ്റവും സഹായകമായിട്ടുള്ള ഒന്നായിട്ട് ഈ പുസ്തകം മാറും. ഇനിയും ഒട്ടേറെ രചനകൾ ശാന്ത ടീച്ചറിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒറ്റ കാര്യം കൂടി, ശാന്ത ടീച്ചറോടൊപ്പം നിൽക്കുന്ന ശാന്ത ടീച്ചറുടെ കുടുംബം, പ്രത്യേകിച്ച് സഹോദരങ്ങൾ, അവരെല്ലാവരുമാണ് ഈ എല്ലാ പ്രവർത്തനങ്ങളുടെയും പിന്നിലുള്ള വലിയ ശക്തി. അവർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, ആശംസകൾ കൂടി ഈ സന്ദർഭത്തിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.